നാലല്ല ഇനിയിപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ പോകുന്നില്ല എങ്ങനെയാണെങ്കിൽ നല്ല. ഇഫ് യു ആർ സമ്മൺ ഹു ഈസ് വർക്കിംഗ് പർട്ടിക്കുലർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ് യു മസ്റ്റ് നീഡ് ടു ബി അപ്ഡേറ്റഡ്, അതർവൈസ് യു വിൽ ബി ഗോയിങ് ടു റിജക്റ്റഡ് ഇൻ എവറി ഇന്റർവ്യൂ. ഞാനിങ്ങനെ വെറുതെ പറയുന്നതല്ല. അടുത്തിടെ 2 കമ്പനികളുടെ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ 4 വർഷം 5 വർഷമൊക്കെ എക്സ്പീരിയൻസുള്ള ആളുകൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ റിജക്റ്റ് ആയിട്ട് പോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതി CVs വല്ല തുടങ്ങി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിനോട് പോകുന്നതിന് മുന്നേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആളുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉള്ളതാണ്. അതായത് 3-4 വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും അത് കാണിച്ചു കൊടുക്കാൻ അവർക്ക് കൃത്യമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഡോക്യുമെന്റ് പോലും അവരെടുത്തില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് നിങ്ങൾ CV അയച്ചു കൊടുക്കുന്ന ആൾക്ക് അറിയില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൂഫ് അവർക്ക് വേണം. അവർക്ക് അറിയില്ല നിങ്ങളെ കുറിച്ചിട്ട്. അതുകൊണ്ട് മിനിമം ഒരു PDF എങ്കിലും ഉണ്ടാക്കി വെക്കണം. ഏതൊക്കെ ക്ലയന്റിന് വർക്ക് ചെയ്ത് എന്ത് വർക്കാണ്, എന്താ റിസൾട്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ വെബ്സൈറ്റ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ, കാരണം നിങ്ങൾക്ക് മാറ്റാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ എന്തായാലും പറ്റും. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് CVയിൽ കുറേ ആളുകൾക്ക് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അസൈൻമെന്റ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ലാക്കിംഗ് ആണ്. ഇപ്പോൾ എക്സ്പെർട്ട് ഇൻ മെറ്റാഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള പല ആളുകളും വരുമ്പോൾ ക്യാമ്പയിൻ്റെ സ്ട്രക്ചർ എങ്ങനെ അല്ലെങ്കിൽ ബഡ്ജറ്റ് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അവിടെ നമുക്ക് പലപ്പോഴും അവർ ലാക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം CVയിൽ എഴുതുക. പക്ഷേ ഇതിലും വലുതാണ് മൂന്നാമത്തേത്. ഒരു SEO സ്പെഷ്യലിസ്റ്റിനോട് ഞാൻ ചോദിച്ചു, SEO സ്പെഷ്യലിസ്റ്റിന് CVയിൽ എഴുതിയ ആളെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ നമ്മൾ ചോദിച്ചു, റീസെൻ്റ് ആയിട്ട് ഗൂഗിൾ സെർച്ച് കൺസോളിൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആൽഗോരിതത്തിൽ വന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല. അവർ SEO ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അപ്ഡേറ്റഡ് അല്ല പലരും. അതുപോലെ തന്നെ വേറെ ഒരാളുടെ മെറ്റാഡ്സിലെ ടാർഗറ്റിംഗ് ഒക്കെ ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നു ആൻഡ്രോമയ്ക്ക് ശേഷം ഒക്കെ ചോദിച്ചപ്പോൾ അവരിപ്പോഴും ഇൻഡസ്ട്രി ബേസ്ഡ് ടാർഗറ്റിംഗ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിൻ്റെ MCP കുറിച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഇതൊന്നും അറിയണം നിർബന്ധമല്ല, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല അറ്റ്ലീസ്റ്റ് പോലും. 4 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, ഇന്ന് നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പ്ലാറ്റ്ഫോമുകൾ മാറുന്നു, ഫീച്ചേഴ്സ് മാറുന്നു, പുതിയതായിട്ട് സംഭവങ്ങളൊക്കെ മാറി വരും. അപ്പോൾ നമ്മൾ അറിവിനൊപ്പം നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് കൂടെ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അതിന് കുറച്ച് ടൈം നമ്മൾ കണ്ടെത്തണം. ഞാൻ എന്നും ഫോളോ ചെയ്യുന്ന കുറച്ച് അക്കൗണ്ട്സും കുറച്ച് ബ്ലോഗ്സും ഒക്കെ ഉണ്ട്. ഇതിൽ വരുന്ന കോണ്ടന്റ്സും ഇതിൽ വരുന്ന കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ അപ്ഡേറ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിക്കൊപ്പെങ്കിലും നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജ് മുന്നോട്ടെത്തുമ്പോൾ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് റിജക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സിനും ജോബ് നോക്കുന്ന ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഫോളോ ചെയ്യാൻ മറക്കണ്ട.